കേരളത്തിലെ റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം മുടങ്ങുമോ? കരാറുകാരുടെ സമരത്തിന് പിന്നാലെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നതും ഇ പോസ് മെഷീനുകളുടെ തകരാറും കരാർ കമ്പനി പിന്മാറ്റവും വിതരണക്കാർക്ക് നൽകാനുള്ള 8,590 കോടി രൂപയുടെ കുടിശ്ശികയുമൊക്കെയായി റേഷൻ വിതരണം ആകെ താറുമാറാണെന്ന് പറയാം. ഏതാനും ദിവസങ്ങൾക്കപ്പുറം സ്ഥിതി ഇതുപോലെ തുടർന്നാൽ റേഷൻ കടകൾ വഴിയുള്ള വിതരണം നിലക്കും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇ പോസ് മെഷീനിലെ സെർവർ തകരാർ മൂലം ഇന്നലെ മിക്കയിടങ്ങളിലും റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ മാസം 2ാം തവണയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് റേഷൻ കിട്ടാതാകുന്നത്. കരാറുകാരുടെ സമരത്തിന് പിന്നാലെ ഇ പോസ് മെഷീൻ തകരാറും വ്യാപാരികൾ പണിമുടക്കിലേക്ക് നീങ്ങുന്നതുമാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇ പോസിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ചുമതല ഏറ്റെടുത്ത കമ്പനി ഈ മാസം അവസാനത്തോടെ പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സേവന ഫീസ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നൽകാനും വാർഷിക പരിപാലന കരാർ പുതുക്കാനും സർക്കാർ തയ്യാറാകാത്തതിനാലാണ് കമ്പനി പിന്മാറാനൊരുങ്ങുന്നത്. കമ്പനി പിന്മാറുന്നതോടെ അടുത്ത മാസം മുതൽ ഇ പോസ് മെഷീനിലെ തകരാർ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സേവനം ലഭ്യമാകില്ല. കേന്ദ്ര സർക്കാർ നിബന്ധന പ്രകാരം ഇ പോസ് സംവിധാനം വഴി മാത്രമേ റേഷൻ നൽകാനാവൂ എന്നതിനാൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം ആകെ അവതാളത്തിലാകും. FCI ഗോഡൌണിൽ നിന്ന് ലോഡെടുക്കുന്ന കരാറുകാരുടെ സമരം കാരണം നിലവിൽ റേഷൻ വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സമരത്തിനിടക്കാണ് അടിക്കടി സർവർ പണിമുടക്കും തുടരുന്നത്. ഗോഡൌണിൽ നിന്നും കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരാണ് ആഴ്ചകളായി സമരം നടത്തുന്നത്. സാധാരണ എല്ലാ മാസവും 5-ന് തന്നെ ഗോഡൌണിൽ നിന്ന് റേഷൻ സാധനങ്ങൾ കടകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായിട്ടില്ല. ചില കടകളിൽ അധികം സ്റ്റോക്കുള്ളതിനാലാണ് നിലവിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അതേസമയം വിതരണ കരാറുകാരുടെ പണിമുടക്കിന് പിന്നാലെ വ്യാപാരികളും 27 മുതൽ സമരത്തിലേക്ക് നീങ്ങുകയാണ്. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വ്യാപാരികളുടെ സമരം കൂടിയാകുന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കും. അതേസമയം പണം ലഭിക്കാത്തതിനാൽ വിതരണക്കാരും പ്രതിഷേധത്തിലാണ്. 8,590 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. ഒക്ടോബർ മുതൽ പൂർണ്ണമായും സെപ്റ്റംബറിലെ 60% തുകയുമാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. FCI ഗോഡൌണുകളിൽ നിന്ന് താലൂക്ക് ഗോഡൌണിലേക്കും തുടർന്ന് റേഷൻ കടകളിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന ചുമതല വിതരണക്കാർക്കാണ്. ടെൻഡർ നിബന്ധന പ്രകാരം ആദ്യം 90% തുകയും ബില്ലുകൾ നൽകുമ്പോൾ 10% സർക്കാർ നൽകണം. കഴിഞ്ഞ 12 മാസമായി ഈ 10% കുടിശ്ശികയാണെന്ന് വിതരണക്കാർ പറയുന്നു. ലോറി വാടക, തൊഴിലാളികളുടെ കൂലി, ക്ഷേമനിധി വിഹിതം എന്നിവ കരാറുകാർ കൃത്യമായി നൽകേണ്ടതുണ്ട്. ക്ഷേമനിധി വിഹിതത്തിൽ അവധി തെറ്റിയാൽ ഭീമമായ പലിശയും നൽകണം. ഇതുമൂലം കുടിശ്ശിക ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കരാറുകാർ. ഇതിനിടെ കൂടുതൽ ആശങ്കയുള്ള ഒരു കാര്യം റേഷൻ കടകളിലെ സ്റ്റോക്ക് തീരുന്നു എന്നതാണ്. അരി, ഗോതമ്പ്, ആട്ട എന്നിവയുടെ സ്റ്റോക്ക് കുത്തനെ കുറയുകയാണ്. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നവരുടെ വിഹിതം മാത്രമാണ് മിക്ക റേഷൻ കടകളിലും അവശേഷിക്കുന്നത്. അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഇവയും തീരും. Waytonikah.com, the exclusive Muslim matrimonial site.